ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹാക്കളെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പി ബിജു നമ്മെ വിട്ടുപിരിഞ്ഞ 5 വർഷങ്ങളാണ് പിന്നിടുന്നത്. ഇന്ന് സഖാവിൻ്റെ വേർപാടിൻ്റെ ഈ 5 വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ സഖാവിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനായി എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, സഖാവ് പി ബിജു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ആണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് SFIയുടെ ഭാഗമായി വെഞ്ഞാറമൂട് നിന്ന് ആർട്സ് കോളേജിലും പിന്നീട് ലോ അക്കാദമിയിലും കാര്യവട്ടം ക്യാമ്പസിലൂടെയും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് SFIയുടെയും DYFIയുടെയും നേതൃസ്ഥാനത്ത് ചേർന്ന സഖാവാണ് പ്രിയപ്പെട്ട സഖാവ് പി ബിജു. യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരിക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് കോവിഡ് ബാധിക്കുകയും കോവിഡിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മാറുന്ന വേളയിൽ തന്നെ മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ അസുഖങ്ങൾ മൂർച്ഛിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് നമ്മെ വിട്ടുപിരിഞ്ഞ് പോകുന്ന സ്ഥിതിയുണ്ടായത്. നമ്മുടെ പ്രിയപ്പെട്ട സഖാവിന് ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കട്ടെ. തിരുവനന്തപുരത്ത് SFIയുടെ ഒരു മുൻനിര പോരാളിയായിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട സഖാവ്. സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള SFIയുടെ നിരവധിയായിട്ടുള്ള സമരങ്ങളിൽ മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ കൂടെയുള്ള എല്ലാ സഖാക്കൾക്കും ആ സമരത്തിൻ്റെ ഊർജം പകർന്നു നൽകിക്കൊണ്ട് ആ സമരത്തിനെ കൃത്യതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് പൂർണ്ണതയിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള സഖാവാണ് സഖാവ് പി ബിജു. സഖാവിൻ്റെ SFIയുടെ പ്രവർത്തനങ്ങളിലൂടെ നിരവധിയായിട്ടുള്ള യുവജനങ്ങളെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുവാനും തൻ്റെ ആ സൗമ്യമായ മുഖം വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ ഊർജമായി മാറുന്നതിനും ഒരു കാരണമായി മാറി. കൃത്യമായ നേതൃപാടവത്തോടെ ഏതൊരു സമരത്തെയും അതിൻ്റെ കൃത്യതയായിരുന്ന പ്രവർത്തനത്തിലൂടെ തങ്ങളുടെ കൂടെയുള്ളവരെയെല്ലാം ഒത്തുചേർന്ന് പോകുന്നതിന് സഖാവിന് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ട്രഷറർ സ്ഥാനത്ത് വരെ ഈ SFIയിൽ നിന്ന് സഖാവിന് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് സഖാവ് തൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്തപ്പെട്ടത്. ഒരു ഇടതുപക്ഷ കുടുംബമല്ലാതിരുന്നിട്ട് പോലും സഖാവ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ SFIയോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് SFIയിലൂടെ ഇടതുപക്ഷ എന്താണെന്നും
അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എന്താണെന്നും ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതിനും തൻ്റെ കൂടെ ആളുകളെ, യുവജനങ്ങളെയും യുവതികളെയും ഒത്തുചേർന്ന് കൊണ്ടുപോകുന്നതിനുമുള്ള നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ സഖാവിന് നടത്താനായിട്ട് കഴിഞ്ഞു. കേരളം ശ്രദ്ധിച്ച നിരവധിയായിട്ടുള്ള SFI സമരങ്ങളിലെ നായകനായിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട സഖാവ്. ശാരീരിക പരിമിതികൾ ഉണ്ടായിട്ടും അതൊന്നും സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒരു തെല്ല് പോലും ബാധിക്കാതെ തൻ്റെ മികവാർന്ന പ്രവർത്തനം സംഘടനയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച ആളാണ് സഖാവ്. ആർട്സ് കോളേജിലെ പ്രവർത്തനങ്ങളിലൂടെയാണ് സഖാവ് പിന്നീട് ലോ അക്കാദമിയിലും കാര്യവട്ടം ക്യാമ്പസിലൂടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പദം വരെ വളരെ ഭംഗിയായി നിറവേറ്റാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സമരമുഖങ്ങളിൽ പ്രവർത്തകരുടെ ആവേശമായിരുന്ന പ്രിയ സഖാവ് DYFIയുടെ സംസ്ഥാന ട്രഷറർ ആയതിന് പിന്നാലെ യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിച്ചു വരികയായിരുന്നു. മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ യുവജനക്ഷേമ ബോർഡിനെ തന്നെ സംസ്ഥാനത്ത് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൊണ്ടുവരുന്നതിനും ആളുകളിലേക്ക് ബോർഡിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലേക്ക് മാറ്റുവാനും സഖാവിന് സാധിച്ചു. അങ്ങനെ നമ്മളുടെ നാടിൽ തന്നെ SFIയിൽ നിന്ന് തുടങ്ങി DYFIയിലൂടെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ആയിരിക്കെയാണ് സഖാവ് നമ്മളിൽ നിന്ന് വിട പറയുന്നത്. നമുക്കറിയാം, ഇന്ന് പലപ്പോഴും നമ്മളുടെ ചുറ്റുമുള്ള തലമുറ തൻ്റെ ചുറ്റിനുമുള്ള ചുമരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങി പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സഖാവ് P. ബിജുവിനെ പോലെ നമ്മളുടെ യുവത്വം നമ്മൾക്ക് വേണ്ടിയും നമ്മളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ലാതെ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ കഴിയുന്നത് എന്ന് നമ്മെ പഠിപ്പിച്ച സഖാവാണ് സഖാവ് P. ബിജു. ഇന്ന് പലപ്പോഴും നമ്മുടെ യുവത്വം നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്കും അവരുടെ ആവശ്യകതകളും മനസ്സിലാക്കാതെ സ്വന്തം കാര്യങ്ങളിലൂടെ മാത്രം കടന്നു പോകുന്നൊരു സ്ഥിതിയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ പ്രിയപ്പെട്ട സഖാവ് തൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള ആ ജീവിതം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നിട്ടുള്ളതും അത് എത്രത്തോളം വലിയ രീതിയിലാണ് മറ്റുള്ളവരിലേക്ക് കടന്ന് ചെല്ലുവാനും കഴിഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ കാണണം. CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായി സഖാവ് വളരെ നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ നടത്തി വരികയാണ്. സഖാവിന് കോവിഡ് ബാധയുണ്ടാകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് വരുമ്പോഴാണ് സഖാവിന് കോവിഡ് ബാധിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയിൽ സഖാവ് മുന്നോട്ട് പോയെങ്കിലും കോവിഡിൽ നിന്ന് മുക്തനായെങ്കിലും പക്ഷേ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പല ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ സഖാവിന്
വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുകയും അതിൻ്റെ ഫലമായിട്ടാണ് സഖാവ് നമ്മിൽ നിന്ന് വേർപെട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. സഖാവിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ചുരുങ്ങിയ സമയമാണെങ്കിലും അത് നമ്മൾക്ക് വേണ്ടി, നമ്മളുടെ നാടിനു വേണ്ടി, നമ്മളുടെ ചുറ്റുപാടുമുള്ളവർക്കും നമ്മളുടെ ഭാവി തലമുറയ്ക്കും വേണ്ടിയിട്ട് അതിൻ്റെ ശോഭയാർന്ന ഒരു ഭാവിക്കായി പ്രവർത്തിച്ച നമ്മളുടെ പ്രിയപ്പെട്ട സഖാവ് 5 വർഷങ്ങൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ട് ഇന്നേക്ക് തികയുകയാണ്. സഖാവിൻ്റെ ഈ ഓർമ്മപ്പെടുത്തലുകളും നമ്മളുടെ ചുറ്റുമുള്ള ഓരോരുത്തർക്കും നമ്മളുടെ ജീവിതത്തിലെ ഓരോ നാളുകളും അവരുടെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കണം, അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നുള്ള ആ സഖാവിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുവാനും, ഇപ്പോൾ നമ്മളൊരു തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പോടിയായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിലും പി ബിജുവിനെ പോലുള്ള പ്രിയപ്പെട്ട സഖാക്കൾ നമ്മൾക്ക് മുൻപാകെ കാണിച്ചു തന്നിട്ടുള്ള വഴികൾ നമ്മളുടെ ഇടതുപക്ഷത്തെ ഒന്നാകെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ ആശയങ്ങളെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് വരുവാനും നമ്മളുടെ ഈ ഇടതുപക്ഷ കൂട്ടായ്മയെ കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഖാവിന് ഒരിക്കൽ കൂടി ഒരു പിടി രക്തപുഷ്പങ്ങൾ സഖാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും, ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള എല്ലാ സഖാക്കൾക്കും ഈ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് 1000 നന്ദിയും അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലാൽ സലാം.